പഴഞ്ഞി എന്ന ദേശത്തിൻ്റെ പേര് പഴയ വഞ്ചി എന്ന പദം ലോപിച്ചുണ്ടായതാണെന്ന് മലയാളം ഭാഷാ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. അതായത് പഴയ പേരായ തിരുശിവപേരൂർ ലോപിച്ചു തൃശ്ശൂരായതുപോലെയാണ് പഴയ വഞ്ചി എന്ന സ്ഥലപേര് പഴഞ്ഞി എന്നായി മാറിയത്. വഞ്ചി എന്ന വാക്കിൻ്റെ അർത്ഥം രാജ്യതലസ്ഥാനം എന്നാണ്. ക്രിസ്തു ജനിക്കുന്നതിന് 3-ാം നൂറ്റാണ്ട് മുൻപ് മുതൽ ക്രിസ്തുവിന് ശേഷം 5-ാം നൂറ്റാണ്ട് വരെ കേരളം ഭരിച്ചിരുന്ന 1-ാം വംശചേര രാജാക്കന്മാർ യുദ്ധങ്ങൾ മൂലം രാജതലസ്ഥാനമായ അവരുടെ വഞ്ചി വടക്ക് നിന്നും തെക്കോട്ട് വിവിധ സ്ഥലങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന് കാണാം. അങ്ങനെയാണ് ചേര രാജാക്കന്മാരുടെ പഴയ വഞ്ചി എന്നറിയപ്പെട്ടിരുന്ന ഈ സ്ഥലം കാലക്രമേണ പഴഞ്ഞി എന്ന് അറിയപ്പെട്ടത്. ചേര രാജധാനി നിലനിന്നിരുന്ന കോട്ട ഇന്ന് പഴഞ്ഞിയിൽ കോട്ടോൾ എന്നറിയപ്പെടുന്നു. കോട്ടോളിൽ ചേര രാജാക്കന്മാർക്ക് കോട്ടയിൽ നിന്നും രഹസ്യമായി ഗുഹയിലൂടെ പുറത്തേക്ക് പോകുന്നതിനുള്ള ആനറാഞ്ചൻ ഗുഹയുടെ ഭാഗികമായ ഭാഗങ്ങൾ ഇന്നും ദൃശ്യമാണ്. ക്രിസ്തു ശിഷ്യനായ മാർത്തോമാ ശ്ലീഹ ഇന്ന് ആർത്താത്ത് എന്നറിയപ്പെടുന്ന പാലൂർ ദേശത്ത് ആദ്യ ദേവാലയം സ്ഥാപിച്ചത് ഏവർക്കും അറിവുള്ളതാണല്ലോ. പാലൂർ എന്ന ദേശനാമത്തിൽ അറിയപ്പെടുന്ന പാലൂർ മന ഇന്നും പഴഞ്ഞിയിൽ നിലനിൽക്കുന്നുണ്ട്. ചേര രാജാക്കന്മാരുടെ ശ്മശാനം ചേര രാജാക്കന്മാരുടേതെന്നു കൃത്യമായിട്ടറിയാതെയാണെങ്കിലും കുടക്കല്ല് പറമ്പ് എന്ന പേരിൽ പുരാവസ്തു വകുപ്പ് സംരക്ഷിച്ചു തുടങ്ങിയിട്ടുണ്ട്. ചേരമനക്കാട് എന്ന സ്ഥലത്തിൻ്റെ ഇന്നത്തെ പേര് ചിറമനങ്ങാട് എന്നാണ്. പഴഞ്ഞിയിൽ നിന്നും കുന്നംകുളത്തു നിന്നും അധികം അകലെയല്ല ഈ പ്രദേശം. 12-ാം നൂറ്റാണ്ടിൽ ചേക്കിഴാർ രചിച്ച പെരിയ പുരാണത്തിൽ തിരുമറയ്ക്കാട് എന്ന നാമം സംസ്കൃതീകരിച്ച് വേദവനം എന്ന പ്രസിദ്ധമായ സ്ഥലം പഴഞ്ഞിക്കടുത്തുള്ള ഇന്നത്തെ പോർക്കുളമാണെന്ന് പറയുന്നു. വിദേശ വ്യാപാരത്തിലൂടെ അഭിവൃദ്ധി കൈവരിക്കുന്നതിന് രാജാക്കന്മാർ തമ്മിൽ മഹായുദ്ധങ്ങൾ നടന്ന പോർക്കുളമാണ് ഇന്ന് പോർക്കുളം എന്നറിയപ്പെടുന്നത്. പോർക്കളത്തെ രണഖളം എന്ന പേരിൽ സംസ്കൃത കാവ്യങ്ങളിലും വേദക്കാട്, വേദവിപിനം, മറൈക്കാട്, വേദാരണ്യം എന്നീ പേരുകളിൽ മണിപ്രവാള കൃതികളിലും സംഘകാല കൃതികളിലും അറിയപ്പെടുന്നു. 1-ാം നൂറ്റാണ്ടിൽ കേരളത്തിലെ പ്രധാന വിദേശ വ്യാപാരം പൊന്നാനി, അലക്സൻഡ്രിയൻ തുറമുഖങ്ങളെ കേന്ദ്രീകരിച്ചാണ് നടത്തിയിരുന്നത്. തന്മൂലം കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾക്ക് അലക്സൻഡ്രിയൻ ക്രിസ്തീയ സഭയുമായി സമ്പർക്കം എളുപ്പമായിരുന്നു. AD 190-ൽ അലക്സൻഡ്രിയൻ വൈദികശാലയുടെ ഉപാധ്യക്ഷൻ പാന്റീനോസ് മലങ്കരയിലേക്കു വന്ന് ഇവിടെ ഉണ്ടായിരുന്ന മതവിഭാഗങ്ങളുമായി സംവാദം നടത്തിയതായി പൊതുസഭാ പിതാക്കന്മാരായ യൗസേബയോസ്, ജെറോം എന്നിവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബുദ്ധമതത്തിന്റെയും പിന്നീട് ജൈനമതത്തിന്റെയും ശൈവമതക്കാരുടെയും വേദപാഠശാലയായിരുന്നു വേദക്കാട്, വേദവിപിനം, മറൈക്കാട്, വേദാരണ്യം എന്നറിയപ്പെട്ടിരുന്ന പഴഞ്ഞിയുടെ അടുത്തുള്ള പോർക്കുളം എന്ന സ്ഥലം. പാന്റീനോസ് മലങ്കരയിലേക്ക് വന്ന് ഇവിടെ ഉണ്ടായിരുന്ന മറ്റു മതവിഭാഗങ്ങളിലെ പണ്ഡിതരുമായി ക്രിസ്തുമതത്തിനെപ്പറ്റി സംവാദം നടത്തിയ കേന്ദ്രം ഇതുതന്നെ ആയിരിക്കാം. ഈ കാലത്തും അന്യോന്യം എന്ന പേരിൽ പണ്ഡിതർ വേദങ്ങളെപ്പറ്റിയുള്ള സംവാദം പഴഞ്ഞിയുടെ അടുത്തുള്ള അമ്പലത്തിൽ നടക്കുന്നുണ്ട്.